കേരളത്തിലെ സമ്പൂർണ്ണ റോബോട്ടിക് സർജറി വിഭാഗം കോഴിക്കോട് ആസ്റ്റർ മിംസിൽ പ്രവർത്തനം തുടങ്ങി. ചുരുങ്ങിയ ചിലവിൽ സാധാരണക്കാരായ രോഗികളിലേക്കും നൂതന ചികിത്സകൾ എത്തിക്കുകയാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നത്. യൂണിറ്റിന്റെ ഉദ്ഘാടനം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. കേരളത്തിലെ സമ്പൂർണ്ണ റോബോട്ടിക് സർജറി വിഭാഗമാണ് കോഴിക്കോട് ആസ്റ്റർ മിംസിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ച ഡാവിൻസി റോബോട്ടിക് സിസ്റ്റം ആണ് സജ്ജമാക്കിയിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലെ നൂതന ചികിത്സാ രീതികൾ കേരളത്തിലും എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇതോടൊപ്പം സാധാരണക്കാരായ രോഗികളിലേക്ക് കുറഞ്ഞ ചിലവിൽ ഇത്തരം ചികിത്സകൾ എത്തിക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. യൂണിറ്റിന്റെ ഉദ്ഘാടനം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. ഈ സംവിധാനം ഒന്നടങ്കം അതിൻ്റെ പടവുകളെല്ലാം മേലോട്ട് കയറുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. സാധാരണഗതിയിൽ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ പലരും മറന്നു പോകാറുണ്ട്. പക്ഷേ ഈ ആരോഗ്യരംഗത്ത് മലബാറിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മൊത്തത്തിൽ ആ രംഗത്ത് ശ്രദ്ധേയരായ ഡോക്ടർമാരും അതോട് ബന്ധപ്പെട്ട അത്യാധുനികമായ സംവിധാനങ്ങളുമെല്ലാം വാസ്തവത്തിൽ ഈ സ്ഥാപനത്തെ നമ്മുടെ ഒരു പൊതു സ്വത്താക്കി മാറ്റിയിരിക്കുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. വിവിധ തരം അവയവമാറ്റ സർജറികൾ, ക്യാൻസർ സംബന്ധമായ മുഴുവൻ സർജറികൾ, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ഗൈനക്കോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളുടെയും ശസ്ത്രക്രിയകൾ വളരെ കൃത്യതയോടും എളുപ്പത്തിലും ഇതുവഴി ചെയ്യാൻ സാധിക്കും. വേദനയും രക്തസ്രാവവും വളരെ കുറവ്, വേഗത്തിൽ ഉണങ്ങുന്ന ചെറിയ മുറിവുകൾ, അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറവ് തുടങ്ങിയവ ഇത്തരം റോബോട്ടിക് സർജറികളുടെ പ്രത്യേകതയാണ്. ചടങ്ങിൽ കോഴിക്കോട് ആസ്റ്റർ മിംസ് CMS ഡോക്ടർ അബ്രഹാം മാമൻ, COO ലുക്മാൻ പൊന്മാടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.